50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം ജനുവരി 12 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചേലക്കരയിലെത്തുന്ന സ്വർണക്കപ്പിനുള്ള വരവേൽപ്പ് ഹൃദയപൂർവ്വം ചേലക്കര എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും നിശ്ചല ദൃശ്യങ്ങൾ, കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര സ്വീകരണ കേന്ദ്രമായ SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ എത്തിച്ചേരും. കുട്ടികളാൽ തീർക്കുന്ന കേരള ഭൂപട മാതൃകയിൽ 64 വർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തി 64ാമത് കലോത്സവ വിളംബരത്തോടെ സ്വർണക്കപ്പിനെ സ്വീകരിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ UR പ്രദീപ് MLA, കൺവീനർ ഷീജ കുനിയിൽ, ട്രഷറർ N സുനിത, ജോയിന്റ് കൺവീനർമാരായ T ഫാത്തിമ സുഹറ, ER ശിവപ്രസാദ്, പഴയന്നൂർ BPC K പ്രമോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 64ാം കേരള സ്കൂൾ കലോത്സവം ഇത്തവണ തൃശ്ശൂർ ജില്ലയ്ക്കകത്താണ് നടക്കാൻ പോകുന്നത്. 14 മുതൽ 18 വരെയുള്ള തീയതികളിലാണ്, ജനുവരി 14 മുതൽ 18 വരെയുള്ള തീയതികളിലാണ് ഇത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കുട്ടികളുടെ അല്ലെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുത്ത ജേതാക്കൾക്ക് കൊടുക്കാനുള്ള സ്വർണ്ണക്കപ്പ് ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും എത്തിക്കുന്നുണ്ട്. 12-ാം തീയതി 3 മണിക്ക് ചേലക്കര നിയോജക മണ്ഡലത്തിൽ കലോത്സവത്തിൽ ജേതാക്കൾക്ക് പങ്കെടുത്തു കഴിഞ്ഞ ജേതാക്കൾക്ക് കൊടുക്കാനുള്ള സ്വർണ്ണക്കപ്പ് 3 മണിക്ക് നമ്മുടെ ചേലക്കരയുടെ മണ്ണിൽ എത്തുന്നുണ്ട്. അപ്പോൾ ചേലക്കര മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഒരു ജനകീയമായി അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വർണ്ണക്കപ്പ് നമ്മുടെ മണ്ണിലെത്തുമ്പോൾ ജനകീയമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് കഴിഞ്ഞ ദിവസം വിവിധ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അധ്യാപകരും വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെല്ലാം സംഘാടക സമിതിക്ക് വിളിച്ച് ഇത് അവതരിപ്പിച്ചപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് അതിനെ നമുക്ക് സ്വീകരിക്കേണ്ടത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ ചേലക്കര മണ്ണിൽ വരുന്നത്. അപ്പോൾ അത് സംഘാടകർ ആലോചിച്ചപ്പോൾ അതൊരു നല്ല ഒരു വലിയ ആവേശത്തോടു കൂടി മാറ്റോടു കൂടി മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ നിന്ന് പങ്കെടുക്കുന്ന കുട്ടികൾക്കും അതിലൊരു വാശി, കലാമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ കപ്പ് ഞങ്ങൾക്ക് തന്നെ സ്വന്തമാക്കണം എന്നൊരു വാശിയും കൂടെ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇതിനെ വലിയൊരു ഉത്സവമാക്കി മാറ്റിയെടുക്കണം എന്നാണ് സംഘടന സമിതിയിൽ വന്ന് വിവിധ അഭിപ്രായങ്ങൾ വന്നപ്പോൾ അതേ അർത്ഥത്തിൽ അതിനെ കാണാനും അതിനെ കപ്പിനെ കൊണ്ടുവരുമ്പോൾ അതിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘാടക സമിതിയെല്ലാം ഉണ്ടാക്കി ഇതിൻ്റെ ചെയർമാനായി സ്ഥലം MLA തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒപ്പം കൺവീനറായി നമ്മുടെ AEO ശ്രീജ ടീച്ചർ അത് വേണം എന്ന ആവശ്യം വന്നു. ഒപ്പം SMT സ്കൂളിലാണ് ഈ കപ്പ് കൊണ്ടുവന്ന് കുറച്ചു നേരം ഇത് പ്രദർശനത്തിൽ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ SMT സ്കൂളിലെ ടീച്ചർ, പ്രിൻസിപ്പൽ തന്നെ അതിൻ്റെ ഖജാൻജിയായി ആവട്ടെ, ഇതിനാവശ്യമായ സ്പോൺസർമാരെയും എല്ലാം കണ്ടെത്തി നമുക്ക് പരമാവധി നല്ല പരിപാടിയാക്കി മാറ്റി കുട്ടികളുടെ ഇടയിൽ വലിയൊരു ആവേശമാക്കി ഇതിനെ മാറ്റിയെടുക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ജനപ്രതിനിധികളെയും നമുക്ക് ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലത്തിലുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ പിന്നിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമുക്കതിൻ്റെ ഒരു ഘോഷയാത്ര സ്കൂളിൽ എത്തിച്ചേരുന്ന ഈ സ്വർണ്ണക്കപ്പ് നമുക്ക് കുറച്ച് ദൂരത്തിൽ നിന്ന് അതിനെ സ്വീകരിച്ച് ഒരു ഘോഷയാത്രയായി വാദ്യഘോഷങ്ങളോട് കൂടി കൊണ്ടുവരണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഇപ്പോൾ ഞങ്ങളിതിനുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഗൂഗിൾ മീറ്റ് മണ്ഡലത്തിലെ എല്ലാ പ്രധാന അധ്യാപകരും AEO ഉൾപ്പെടെയുള്ള എല്ലാവരും, ഞങ്ങൾ നമ്മുടെ BRCയിലെ പ്രമോദ് മാഷ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഞങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ്, സമയക്കുറവുള്ളതുകൊണ്ട് 12-ാം തീയതി ആയതുകൊണ്ട്
ഇവരെല്ലാവരും നേരിട്ട് കിട്ടാനും കുറച്ച് പ്രയാസങ്ങളുള്ളതുകൊണ്ട് ഗൂഗിൾ മീറ്റിൽ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഓരോ സ്കൂളും അവരെ കുട്ടികളെ അവരെ പഠിച്ച കലകളെല്ലാം അവതരിപ്പിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഒരു 100-150 മീറ്റർ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ മതി, അധികം നടത്തിക്കേണ്ട എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ഈ വിവിധ സ്കൂൾ അവർ കുട്ടികളെ പഠിപ്പിച്ചത് ഇത് ചേലക്കരയിലെ വിവിധ ആളുകൾ വരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുട്ടികളുടെ കലാ പരിപാടികളൊന്ന് അവതരിപ്പിക്കണം എന്നവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അത് തടയേണ്ട, അതാവട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ അപ്പുറത്ത് ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനോ അപ്പുറത്തുള്ള കേന്ദ്രത്തിൽ നിന്നോ ഇത് പുറപ്പെടണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് വെച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞുള്ള പള്ളി പരിസരത്ത് നിന്ന് തുടങ്ങണം എന്നാണ്. അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. അഥവാ ഈ പരിപാടികളുടെ എണ്ണത്തിൽ ചിലപ്പോൾ ഓരോരുത്തരും ആവേശമായി മാറി ഒന്നും കൂടെ പരിപാടി കൂട്ടിത്തരണം എന്നെല്ലാം ആവശ്യപ്പെടുന്നു. എന്തായാലും അത് നോക്കിയിട്ട് അതിൻ്റെ കലാപരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു വരുന്ന രീതിയിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. എന്തായാലും അവിടെ അങ്ങനെ പുറപ്പെടുമ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചത് തുടക്കത്തിൽ കഥകളി വേഷം അണിഞ്ഞ സ്ത്രീയും പുരുഷനും ഉള്ള വേഷം അണിഞ്ഞ 5 പേർ അവരെ ആ വേഷം അണിഞ്ഞ് നടത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. ഒരു 3-3:30 സമയമാണ്. അപ്പോൾ ഒരു ഓപ്പൺ വണ്ടിയിൽ അവരെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ നാടിന് മുഴുവൻ അവരെ മുമ്പിൽ നിന്ന് ഇത് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥകളി വേഷം അണിഞ്ഞ് കലാകാരന്മാർ ആ വണ്ടിയിൽ ഉണ്ടാവും. അതിന് തൊട്ട് പുറകിൽ നമ്മുടെ വിവിധ സ്കൂളിലുള്ള SPC, NSS, NCC, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, പവർ ബ്രിഗേഡ്, അതുപോലെ തന്നെ റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നമ്മുടെ ചേലക്കര മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെ കുട്ടികൾ അവരുടെ യൂണിഫോം ധരിച്ച് ഇതിൻ്റെ തൊട്ട പുറകിൽ അത് ഈ ഇതിലുണ്ടാവും, ഘോഷയാത്രയിൽ ഉണ്ടാവും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികളെല്ലാം വീണ്ടും അവരെയൊക്കെ ഒന്നും കൂടെ ട്രെയിൻ ചെയ്യിച്ച് 12-ാം തീയതി 3 മണിയാകുമ്പോഴേക്കും കുട്ടികളെയും കൊണ്ട് അവരെല്ലാവരും നിർത്തുന്നു. അപ്പോൾ കുട്ടികളെ ഈ ഘോഷയാത്രയിൽ ഈ കഥകളി വേഷത്തിന് തൊട്ട് പുറകിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് നേരെ തൊട്ട് പുറകിൽ വിവിധ സ്കൂളിൽ നിന്ന് അവർ കുട്ടികളെ പഠിപ്പിച്ച ബാൻഡ് സെറ്റ്, ചെണ്ടവാദ്യം, അങ്ങനെ വിവിധ തരത്തിലുള്ള അവരുടെ കലയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കുട്ടികളും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നേരെ തൊട്ട് പുറകിൽ ചെണ്ടവാദ്യം പഠിച്ച കുട്ടികളും അതുപോലെ തന്നെ ഈ വിവിധ തരത്തിലുള്ള അവരുടെ പരിപാടികൾ അതിനിടയ്ക്ക് വെച്ച് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വഴിനീളെ ആ ഡാൻസും ഈ ഗോത്രവർഗത്തിൻ്റെ ഡാൻസെല്ലാം പഠിപ്പിച്ച സ്കൂളുകളുണ്ട്. ആ കുട്ടികളെ അവിടെ അത് അവതരിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറകിൽ അതും ഉണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകിൽ വിവിധ കലാസംഘങ്ങൾ എന്ന് വെച്ചാൽ കാവടിയും തകിലും ഉൾപ്പെടെയുള്ള ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഉൾപ്പെടുത്തി അതിനൊപ്പം ഉണ്ടാവും. ഇതുകൂടാതെ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ അവരും ഞങ്ങൾക്കും ഇതിലൊന്ന് പങ്കെടുക്കണം എന്ന് ഒരു ആവേശം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന കുടുംബശ്രീ സഹോദരിമാർ ഇതിനകത്ത് അവരും പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ മാത്രമല്ല ഒരു നാടിൻ്റെ ആവശ്യമാണ്, ഞങ്ങളും കൂടെ അതിന് വരുന്നുണ്ട് എന്ന് അവർ അറിയിച്ചപ്പോൾ അവരും കൂടെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് അതിന് തൊട്ട് പുറകിൽ നിൽക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ ഒരു ബാനർ വെച്ച് അതിൻ്റെ ബാനറിന് പുറകിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ജനപ്രതിനിധികൾ അതിനകത്ത് നിൽക്കാനും അവരിതിനൊപ്പം സഞ്ചരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് പുറകിലാണ് നമ്മൾ വാഹനത്തിൽ വരുന്ന സ്വർണ്ണക്കപ്പ് ആ വണ്ടിക്കകത്ത് മുകളിൽ അത് പ്രദർശിപ്പിക്കുന്നുണ്ടാവും. ആ വണ്ടി ഇതിൻ്റെ പുറകിൽ തൊട്ട് ജനപ്രതിനിധികളുടെ പുറകിൽ ആ വാഹനം കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൃത്യമായി തൊട്ട് അപ്പുറത്തെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ SMT സ്കൂൾ വരെ വരാനുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊന്ന് LP സ്കൂളുകളിലെ ഞങ്ങളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തണം, ഞങ്ങളുടെ കുട്ടികളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തണം. അവർ ആനയും പൂമ്പാറ്റിയും അതുപോലെ പക്ഷികളുമായി പല വേഷങ്ങളായി ഞങ്ങളുടെ LP കുട്ടികൾ വരുന്നുണ്ട്, അവരെയും കൂടെ അതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് അവരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു ആഗ്രഹം അത് തടയില്ല. അപ്പോൾ എന്തായാലും ദൂരത്തുനിന്ന് കുട്ടികളെ നടത്തണ്ട, ഈ SMT സ്കൂളിൻ്റെ അവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്ത് ഉള്ള ജംഗ്ഷന് അവർ ഈ സ്വീകരിച്ച് അവർ കൊണ്ടുവരുന്ന പോലെ കൂടെ ഇതിന് മുമ്പിൽ ആക്കണം എന്ന് ഒരു സംഘാടകർ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകടനം ഇങ്ങനെ ഘോഷയാത്ര വന്ന് കൃത്യം നമ്മുടെ ജംഗ്ഷനിലെ ആല് കഴിഞ്ഞിങ്ങോട്ട് തിരിയണ വഴിക്ക് ഈ കൊച്ചുകുട്ടികളുടെ ആനയും ജിറാഫും താറാവും ഉൾപ്പെടെയുള്ള വേഷം അണിഞ്ഞ കുട്ടികൾ ഇവരെ സ്വീകരിച്ച് സ്കൂളിലേക്കകത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളും മറ്റ് പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ കുട്ടികളെ രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്.
വലിയ ഘോഷയാത്രയോടുകൂടി ഉത്സവം രീതിയിൽ പടക്കം എല്ലാമായി ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാമായി ചേലക്കരയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണം കൊടുക്കണം എന്നാണ് ഇപ്പോൾ സംഘാടകർ ആലോചിച്ചിട്ടുള്ളത്. അതേ അർത്ഥത്തിൽ വലിയ ആവേശത്തോടെയാണ് സ്കൂളുകളെല്ലാം ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വരുന്നതോടുകൂടി വരുന്ന സ്ഥലത്ത് കുട്ടികളാണ് വരുന്നത്. അല്പം മറ്റ് ജില്ലകളെല്ലാം നിയോജകമണ്ഡലത്തിൽ പോയി ലാസ്റ്റ് കുന്നംകുളത്തേക്കാണ് പോയി കുന്നംകുളത്തു നിന്നാണ് ചേലക്കരയ്ക്ക് എത്തുന്നത്. ഇനി അഥവാ ഒരു അരമണിക്കൂറോ ഒരു മുക്കാൽ മണിക്കൂർ വഴുകുകയാണെങ്കിൽ കുട്ടികൾ വലഞ്ഞു നിൽക്കരുത് എന്ന് തീരുമാനിച്ചപ്പോൾ സംഘാടകർ തന്നെ ചില ഒരുക്കങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പള്ളി പരിസരത്ത് അവിടെ കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളവും കുട്ടികൾക്ക് നാരങ്ങ വെള്ളവും ഒപ്പം വേറെ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന കുട്ടികൾക്കെല്ലാം അവിടെയും കൊടുക്കാനും ഒപ്പം കുട്ടികൾ തളരാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വെള്ളം നാരങ്ങ വെള്ളം ഉൾപ്പെടെ എല്ലാം കൊടുക്കാനും അതോടൊപ്പം തന്നെ അത് സ്വർണ്ണക്കപ്പ് എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് നേരെ വന്ന് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ സ്കൂളിലും ഇത്തരം വെള്ളവും ബിസ്ക്കറ്റും എല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള ഇവിടെയും ഒരുക്കങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സുഭിക്ഷമായി അതിൻ്റെ ഒരു തടസ്സം വരാത്ത രീതിയിൽ കുട്ടികൾക്ക് ശുദ്ധമായ വെള്ളവും സ്നാക്സും എല്ലാം കൊടുക്കാൻ രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങളും സംഘാടകർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ പോലീസിൻ്റെ പൊതുജനങ്ങൾക്ക് വാഹനത്തിൽ പോകുമ്പോൾ അവർക്ക് പ്രയാസം വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും വഴി ഈ ഘോഷയാത്ര SMP സ്കൂളിലേക്ക് എത്തിച്ചേർന്നവരെ തൽക്കാലം വാഹനം മറ്റേതെങ്കിലും റൂട്ടിൽ മാറ്റിവിടാൻ കഴിയും. വല്ല എമർജൻസി വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പോലീസ് ഉൾപ്പെടെയുള്ള അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ SMP സ്കൂളിനകത്ത് വരുമ്പോൾ നമുക്കിവിടെ കപ്പ് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റേജ് ഒരുക്കുന്നുണ്ട്. ആ സ്റ്റേജിന് അത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ കപ്പും മറ്റ് ജനപ്രതിനിധികളെല്ലാം ഇരിക്കാൻ പറ്റുന്ന സൗകര്യം എല്ലാം ഇവിടെ ഈ സ്റ്റേജിനകത്ത് ഒരുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ചരിത്ര മരം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര ഒരു മരം ഉണ്ടാക്കാൻ വേണ്ടി സംഘാടകർ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ വന്ന് നോക്കി അധ്യാപകരെല്ലാം അതിൻ്റെ നിർദ്ദേശം പറഞ്ഞു കൊടുത്തപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതുകൂടാതെ സ്റ്റേജിൻ്റെ നേരെ മുൻവശത്ത് നമ്മുടെ ഇരിപ്പിടം ഇരിക്കുന്ന തൊട്ട് മുമ്പ് കേരളത്തിൻ്റെ ഒരു ഭൂപടം താഴെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂപടത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 64 കുട്ടികൾ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പരത്തിവിടാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ കുട്ടികളത് മുകളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് അതും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ കൃത്യമായി സംഘാടകർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ ഈ സ്കൂളിനകത്തോ ചേലക്കര അങ്ങാടിയിലോ നമ്മളത് ഈ ഘോഷയാത്ര കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകുന്ന രീതിയിൽ ആവരുത്. അപ്പോൾ അതിന് പരമാവധി അതിൻ്റെ അരങ്ങ് പോലും കുരുത്തോല വെച്ച് വേണം ചെയ്യാൻ. സ്കൂളിനകത്തും അങ്ങാടിയിലും കുരുത്തോല വെച്ചുള്ള അരങ്ങ് ഉണ്ടാക്കാനും ഇവിടെ വന്നാൽ ഇവിടെ നമ്മുടെ സംഘാടകർ അതിൻ്റെ ഹരിതകർമ്മസേനയുടെ സേവനം ഉൾപ്പെടെ തേടി നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂളെല്ലാം വൃത്തിയാക്കി കൊടുത്ത് വേണം ഇവിടുന്ന് ഇത് പിരിഞ്ഞു പോകുമ്പോൾ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇത് പറയാനും. തൃശ്ശൂരിൽ വെച്ച് 14 മുതൽ 18-ാം തീയതി വരെ നടക്കുന്ന കലോത്സവം നമ്മുടെ കേരളത്തിൻ്റെ 14 ജില്ലകളിലെയും കുട്ടികൾ സ്കൂൾ തലത്തിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലൂടെ തിരഞ്ഞെടുത്തു വിജയിച്ച കുട്ടികളുടെ മത്സര പ്രകടനങ്ങളാണ് നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 25ഓളം സ്റ്റേജുകളിലായി 200-ൽ കൂടുതൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്ക് അറിയാം, സ്കൂൾ കലോത്സവത്തിൽ നിന്നാണ് നമ്മുടെ പ്രതിഭകളെയും പലതരം പ്രതിഭകളെ വാർത്തെടുക്കുന്നത് ഇത്തരം സ്കൂൾ കലോത്സവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഒരു അവസരമാണിത്. നമ്മുടെ ജില്ലയിൽ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ കാണണം, വരണം എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. നമുക്ക് വടക്കാഞ്ചേരി ഉപജില്ലയ്ക്ക് 2 മണ്ഡലങ്ങളുണ്ട്. അതിൽ 2 സ്വീകരണ മണ്ഡലങ്ങൾ നമുക്ക് ഉണ്ട്. ഒന്ന് SMDയും ഒന്ന് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളുമാണ്. SMDയിൽ അല്ലെങ്കിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MLA പ്രദീപ് അവരുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും പ്രാതിനിധ്യം ഈ ഒരു സ്വർണ്ണക്കപ്പ് സ്വീകരണ യോഗത്തിൽ വേണമെന്ന് HMCൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു.
64ാം സ്കൂൾ കലോത്സവം ഈ വർഷം തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ജനുവരി 14 മുതൽ 18 വരെ ആണ് ഈ കലോത്സവം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ബഹുമാനപ്പെട്ട MLA-യും അതേമാതിരി AU ആയിട്ടുള്ള ഷീജ ടീച്ചറും പറഞ്ഞു. എന്തായാലും എനിക്ക് പറയാനുള്ളത്, എല്ലാ വർഷവും ഈ സ്വർണ്ണക്കപ്പ് പൊതുവെ ഇങ്ങനെ ഒരു പര്യടനം നടത്താറുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലത്തിലൂടെയൊക്കെ അത് പോവാറുണ്ട്. ഈ വർഷം ചേലക്കര നിയോജക മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ ഒരു അറിവിൽ ആദ്യമായിട്ടാണ് SMT ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിനൊരു സ്വീകരണം നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ ചേലക്കരയിൽ എത്തുമ്പോൾ അത് ഒരു ഉത്സവമായിട്ട് മാറണം. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സംഘാടക സമിതിയും ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെയൊക്കെ വളരെ വലിയ ഒരു സഹകരണമാണ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് വൻ വിജയമാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും, ആരെങ്കിലും കുറേയേറെ പേരെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിച്ച് എല്ലാ നാട്ടുകാരും ഈ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാവരും മാക്സിമം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇത് വലിയൊരു വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സബ് ജില്ലാ കലോത്സവം നടന്ന സമാപന സ്ഥലം കൂടിയാണ് SMT സ്കൂള്. അവിടെ അതിൻ്റെ സംഘാടകർ ആ പരിപാടി നടത്തി അതിൻ്റെ മിച്ചം കിട്ടിയ പൈസ കൊണ്ട് അന്ന് തന്നെ അതിൻ്റെ കണക്ക് അവതരിപ്പിച്ച് അവസാനം സംഘാടക സമിതി ഒരു ബാക്കി പൈസ വന്നപ്പോൾ ആ പണം കൊണ്ട് ഒരു സ്റ്റേജ് നിർമ്മിച്ചു. ആ സ്റ്റേജിലേക്കാണ് നമ്മുടെ സ്വർണ്ണക്കപ്പ് വരാൻ പോകുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ, വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.